മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ മിനിറ്റിൽ വരുന്നത് ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നതിനാൽ ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. NM വിജയന്റെ വീട് എന്ന് KPC അധ്യക്ഷൻ K സുധാകരൻ സന്ദർശിക്കുന്നതിനിടയ്ക്കാണ് ഇതുണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് പരസ്യമായി സമ്മതിച്ചതിന് പിന്നാലെയാണ് K സുധാകരൻ NM വിജയന്റെ വസതി സന്ദർശിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കേസിൽ 25-നാണ് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടത്. MS അനീഷ് കുമാറും നമുക്കൊപ്പം ചേരും. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യൽ തുടരുന്നതിന്റെ ഒടുവിലാണ് ക്രൈംബ്രാഞ്ച് DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും ഒപ്പം KK ഗോപിനാഥിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള 3 പേർക്കും 3 കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. അനീഷ്, നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഒരു അറസ്റ്റിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്നുള്ളൊരു വിലയിരുത്തൽ അതിനകത്തുണ്ടോ? ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പ്രതികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് നേരത്തെ തന്നെ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 3 ദിവസത്തേക്ക് പ്രതികളെ ചോദ്യം ചെയ്യാമെന്ന് ഉത്തരവ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി 2 പ്രതികളെയും ചോദ്യം ചെയ്ത് ഇതിനൊടുവിലാണ് ഇന്ന് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം ജാമ്യത്തിൽ വിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേസിലെ നിർണായകമായ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത. ഈ ആത്മഹത്യാക്കുറിപ്പ് NM വിജയന്റെ കൈപ്പട തന്നെയാണോ എന്നുള്ള പരിശോധനയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ള കൈയക്ഷരവും ഒപ്പം ഈ DCCയിലെ മിനിറ്റ്സും മറ്റ് പാർട്ടിയുടെ രേഖകളും മറ്റുമൊക്കെ പരിശോധിച്ച് ആ രേഖകളിലെ NM വിജയന്റെ കൈയക്ഷരവും ഈ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരവും ഒന്ന് തന്നെയാണോ എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരേ കൈയക്ഷരം തന്നെയാണ് എന്നൊരു വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ഗോപിനാഥിന്റെ വീട്ടിൽ പരിശോധനകൾ നടത്തി ബാങ്കിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകളും പിടിച്ചിട്ടുണ്ട്. ഇതിലും നിർണായകമായ ചില തെളിവുകൾ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. എന്തായാലും നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷമാണ് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യാൻ ഇരിക്കുന്നത്. നാളെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിയമസഭാ നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നത്. അതിനുള്ള ഇളവ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 2 പ്രതികളിൽ നിന്നും ലഭിച്ച, അതായത് ND അപ്പച്ചനിൽ നിന്നും KK ഗോപിനാഥിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും IC ബാലകൃഷ്ണനോടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെയും ഇതേ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയമാവും. 3 പ്രതികളും നൽകുന്ന വിവരങ്ങൾ ഏകീകൃത രൂപത്തിലുള്ളതാണോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കും. ഒപ്പം ആത്മഹത്യാക്കുറിപ്പ്, ഈ നിയമനത്തിന് കോഴ നൽകിയതായി പറയപ്പെടുന്ന ആളുകളിൽ നിന്നും ശേഖരിച്ചിരിക്കുന്ന മൊഴി എന്നിവയുമായി ഈ മൊഴികൾ താരതമ്യപ്പെടുത്തി നോക്കും. പുറത്ത് നേരത്തെ വന്നിരുന്ന കരാർ രേഖകൾ അടക്കമുള്ളവയുമായും ഈ മൊഴികൾ ഒത്തുനീക്കുകയും ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഉപരികോടതികളെ സമീപിക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ ഉപാധികളാണ് കോടതി വെച്ചിരിക്കുന്നത്. അതിന്റെ ആനുപാതികമായി അതിനെ അനുസൃതമാക്കിയുള്ള ഒരു ചോദ്യം ചെയ്യൽ നടപടികളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നിരുന്നത്. എന്തൊക്കെ വിവരങ്ങൾ പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു, പ്രതികളുടെ മൊഴികൾ തമ്മിലുള്ള പരസ്പര വിരുദ്ധത ഉണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘം ഇനി വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കും. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ ഒരു നിലപാട് കൂടി ഈ തരത്തിൽ കുടുംബവുമായിട്ട് കൂടുതൽ സമവായത്തിലെത്തിക്കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് അതിൽ ഒരു അനുകൂല നിലപാടുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. കുടുംബം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കാത്തൊരു അവസ്ഥയിലും. പക്ഷേ ഈ അന്വേഷണം ഒരു വശത്ത് നടക്കട്ടെ, അത് മുന്നോട്ട് പോകട്ടെ എന്ന് കുടുംബം പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തന്നെ രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ കുടുംബം ആ നിലപാടിൽ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടും ഈ സമവായ നിലപാടിൽ തന്നെ പോകാം, അതിൽ തുടർന്നു പോകാനാണോ സാധ്യത?
അപർണ, ആദ്യഘട്ടത്തിൽ ഈ പരാതി ഉയർന്നു വന്ന് അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ NM വിജയന്റെ മരണത്തെ തുടർന്നുള്ള ദുരൂഹതകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ കുടുംബം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ തങ്ങൾ പുറത്തു പറയാനില്ല. പാർട്ടിയുമായി ചർച്ച നടത്തിയ ശേഷം പാർട്ടി എന്ത് കാര്യത്തിൽ പറയുന്നു എന്ന മറുപടി അറിഞ്ഞ ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കടുത്ത നിലപാടിലേക്ക് പോവുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കുടുംബം സമീപിച്ചിരുന്നു. പക്ഷേ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂലമായ തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായ മനോഭാവം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പല ആളുകളും ജില്ലയിലെ പ്രധാന നേതാക്കളടക്കം ഈ NM വിജയനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹമാണ് ഈ പണം വാങ്ങിയത്, അദ്ദേഹം പണം ദൂർത്തടിച്ച് ജീവിച്ചതുകൊണ്ടുണ്ടായ ബാധ്യതകളാണ്, അതിൽ പാർട്ടി എങ്ങനെ ഉത്തരവാദിയാകും, പാർട്ടിക്ക് എന്ത് ബാധ്യത ഇക്കാര്യത്തിൽ എന്ന ചോദ്യമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഒരാഴ്ച കാത്തു നിന്ന ശേഷം കുടുംബം പിന്നീട് മാധ്യമങ്ങളെ കാണുകയും അവർക്ക് പറയാനുള്ള ഭാവം വിശദീകരിക്കുകയും ചെയ്തു. ആത്മഹത്യാ കുറിപ്പടക്കം പുറത്തുവിടുകയും ചെയ്തു. ഒരു തരത്തിലും വ്യക്തിപരമായി ദൂർത്തടിക്കുന്ന ജീവിതം നടത്തുന്ന ആളല്ല വിജയൻ. ഒപ്പം കുടുംബത്തിലും അതിൻ്റെ അത്യാർഭാടപരമായ ജീവിതം നയിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. അതുകൊണ്ട് ഈ നിയമനവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സമാഹരിച്ച പണം എവിടേക്ക് പോയി എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കോൺഗ്രസ് ജില്ലാ ഘടകം തന്നെയാണ് നൽകേണ്ടതെന്ന നിലപാടിലാണ് കുടുംബം എത്തിയത്. എന്തായാലും കുടുംബം നിലപാട് കടുപ്പിച്ചപ്പോഴേക്കും കോൺഗ്രസ് അപകടം മണത്തു. വലിയ പരുക്ക് അവർക്ക് ഏൽക്കുമെന്ന് മനസ്സിലായി. കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിരോധം തീർത്തതാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുടുംബം നടത്തിയാൽ അത് വല്ലാത്ത രീതിയിൽ പാർട്ടിയെ ബാധിക്കുമെന്നവർ മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ KPCC അധ്യക്ഷൻ ഈ വിഷയം അന്വേഷിക്കാനായി ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതി പിറ്റേ ദിവസം തന്നെ വയനാട്ടിലെത്തി ഈ കുടുംബവുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷം ഈ NM വിജയന്റെ ബാധ്യതകൾ പൂർണ്ണമായി പാർട്ടി ഏറ്റെടുക്കും, കുടുംബത്തിനൊപ്പം എല്ലാ കാലത്തും പാർട്ടി ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ആദ്യത്തെ ആ കടുത്ത നിലപാടിൽ നിന്നും കുടുംബം പിന്നീട് പിന്നോട്ട് പോവുകയും പാർട്ടിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് തങ്ങളെ ഇനി സ്വീകരിക്കുകയെന്നും അറിയിച്ചു. മറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇല്ല, പക്ഷേ അന്വേഷണം ആ വഴിക്ക് തന്നെ പോകട്ടെ എന്ന നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ VD സതീശനും പിന്നീട് ആ കുടുംബത്തിലെത്തി. VD സതീശനുമായി ആദ്യ ചില അസ്വാരസ്യങ്ങൾ ഈ കുടുംബത്തിനുണ്ടായി. പ്രത്യേകിച്ചും BJPയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ കത്തുമായി തന്നെ കാണാൻ എത്തിയതെന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ VD സതീശനും ഉണ്ടായിരുന്നു. പക്ഷേ ആ പിണക്കവും പിന്നീട് ഇല്ലാതായി. ആ കുടുംബത്തിൽ പോയി മകനുമായും മരുമകളുമായും ഒക്കെ VD സതീശൻ സംസാരിച്ചു. അതിനുശേഷം നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ ആ നിലപാട് തന്നെയാണ്, എല്ലാ സമയത്തും കുടുംബത്തിനോടൊപ്പം പാർട്ടി ഉണ്ടാകുമെന്ന നിലപാട് തന്നെ അവർ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അതോടുകൂടി ആ വിവാദം തണുത്തു. ഇന്നിപ്പോൾ അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ K സുധാകരനും വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിക്കും. ഈ വിഷയത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയതായുള്ള ഒരു സമ്മതം, അത്തരത്തിലൊരു സമ്മതം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി വേണം ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാൻ. എന്തായാലും പാർട്ടി പൂർണ്ണമായും ഇപ്പോൾ കുടുംബത്തോടൊപ്പമാണ്. കുടുംബം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് എത്തുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഒരു വശത്ത് പാർട്ടി അതിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ അനുനയിപ്പിക്കുക, അവരുടെ സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കുക എന്നീ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, മറുവശത്താണ് നിയമന തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ IC ബാലകൃഷ്ണൻ MLA അടക്കം പ്രതിക്കൂട്ടിലാക്കി ഒരു അന്വേഷണം പുരോഗതിയിലേക്ക് നീങ്ങുന്നത്. അപർണ, അതോടൊപ്പം തന്നെ CPM ഇതേത് തരത്തിൽ രാഷ്ട്രീയ പ്രതിരോധം അവസാനിപ്പിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് കുടുംബം ഏത് നിലപാടെടുത്താലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നവരെയെങ്കിലും അതിൽ ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, K സുധാകരനിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നീങ്ങുന്നത് എന്നുകൂടി ഉറ്റുനോക്കുകയാണോ CPM? തീർച്ചയായും CPM ആദ്യഘട്ടം മുതൽ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം പാർട്ടി ഏറ്റവും അധികം പ്രതിരോധത്തിലായ സംഭവമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം. അതിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ അവരുടെ ഒരു മുതിർന്ന നേതാവ് തന്നെ പ്രതിക്കൂട്ടിലേക്ക് മാറുന്നത്. വലിയ പൊതുജന വികാരം ഈ രണ്ട് കാര്യങ്ങളിലും പാർട്ടിക്കെതിരെ വരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ സംഗമിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് വയനാട് നടന്നതെന്നാണ് CPM ആദ്യഘട്ടം മുതൽ പറയുന്നത്. വയനാട് ജില്ലയിലെ പല സഹകരണ ബാങ്കുകളിലും നിയമനം നടത്തുന്നതിനായി വൻ തുക കോഴ വാങ്ങിയാണ് IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർ നിയമനം നൽകിയത് എന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒപ്പം ഒരു DCC ട്രഷറർ ആയിരുന്നയാൾ അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ MLA അടക്കമുള്ളവരുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ അത് വലിയൊരു തെളിവായി മാറുന്നു എന്നും അവർ പറയുന്നു. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതിയിൽ വാദം നടന്നപ്പോൾ പൂർണ്ണമായും ഈ NM വിജയനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറി എന്നാണ് CPMൻ്റെ ആരോപണം. പ്രത്യേകിച്ചും ഈ പണം വാങ്ങിയതടക്കം
അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങൾക്കൊരു അറിവുമില്ല. NM വിജയൻ സ്വന്തം നിലയിൽ ചെയ്ത കാര്യങ്ങൾക്ക് അദ്ദേഹം മാത്രമാണ് ഉത്തരവാദി എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർ വാദിച്ചത്. അതുകൊണ്ട് പൂർണ്ണമായും മരിച്ച ശേഷവും NM വിജയനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. മരിച്ച ആളോടൊപ്പം അല്ലെങ്കിൽ മരിച്ച ആളുടെ കുടുംബത്തോടൊപ്പം ആണ് എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് പ്രതികളെ സംരക്ഷിക്കുന്നു. ND അപ്പച്ചൻ്റെ ഒക്കെ അടക്കമുള്ള ആളുകളുടെ സ്ഥാനം പോലും ഇത്രയും ദിവസത്തിന് ശേഷം നഷ്ടമാക്കിയിട്ടില്ല. അദ്ദേഹത്തെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റാൻ പോലും പാർട്ടി നേതൃത്വം തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്ന സമര പരിപാടികളുമായി പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് CPM അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്ന സാഹചര്യത്തിൽ NM വിജയന്റെ മരണത്തെ ചൊല്ലി കോൺഗ്രസിന്റെ ജില്ലാ ഘടകത്തിൽ തന്നെ രണ്ട് തട്ടിലായി നിന്ന് നേതാക്കൾ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായിരുന്ന ഇടമാണ്. പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു നേതാവ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് കേവലം കേരള തലത്തിലോ അല്ലെങ്കിൽ പ്രാദേശിക വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ അറസ്റ്റ് രേഖപ്പെടുത്തി DCC പ്രസിഡന്റിന്റെ അടക്കം അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിരോധവും പ്രക്ഷോഭവും അവസാനിക്കുന്നുമില്ല.